ചിലങ്ക മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഒരു പരസ്യമാണ് ഏഷ്യൻ പെയിന്റ്സ് അപെക്സ്. ഇതിന്റെ പിന്നിൽ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ഡയറക്ടറായ സുരേഷ് ബാബു ആണ്. ഇന്ന് മലയാളിയാണ് എന്നുള്ളതാണ് നമുക്കൊക്കെ അഭിമാനിക്കാൻ തക്കതായിട്ടുള്ള. അദ്ദേഹമാണ് ഇന്ന് ഗുഡ് മോർണിംഗ് കേരളയിൽ നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം സർ, ഗുഡ് മോർണിംഗ് കേരളയിലേക്ക് സ്വാഗതം. ശ്രീ സുരേഷ് ബാബു, എങ്ങനെയാണ് ഏഷ്യൻ പെയിന്റ്സ് അപെക്സ് എന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള വളരെ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു പരസ്യത്തിന്റെ ഒരു കൺസെപ്റ്റ് താങ്കൾ എങ്ങനെയാണ് താങ്കളുടെ മനസ്സിലേക്ക് എത്തിയത്? അത് എക്സിക്യൂട്ട് ചെയ്യാൻ താങ്കൾ എത്രത്തോളം പെയിൻ എടുത്തിട്ടുണ്ട്? മലയാളികൾക്ക് പരസ്യം ചെയ്യാൻ എന്നായിരുന്നു ഏഷ്യൻ പെയിന്റ്സ് അപെക്സ് അൾട്ടിമേറ്റ് ടാസ്ക്. അപ്പൊ അത് മലയാളിക്ക് മനസ്സിലാവുന്നതും മലയാളിക്ക് രസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരസ്യം ചെയ്യാന്നുള്ളതായിരുന്നു എനിക്ക്. സോ പല അഡ്വർടൈസ്മെന്റും ഇംഗ്ലീഷാണ് മുമ്പേ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏഷ്യൻ പെയിന്റ്സിന് കേരള മാർക്കറ്റിൽ വേണ്ടി ഈ എപെക്സിന്റെ പരസ്യം ചെയ്യുന്ന ഒരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സോ അങ്ങനെ പണ്ട് നാട്ടിൽ കണ്ട് വളർന്ന കലാരൂപങ്ങളും സാംസ്കാരികമായുള്ള കാര്യങ്ങളും അതാണ് അതിന് ഞാൻ യഥാർത്ഥത്തിൽ ഉപയോഗിച്ച ഒരു മലയാളി എന്ന നിലയ്ക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന പരസ്യങ്ങളാണ് ഏഷ്യൻ പെയിന്റ്സിന്റെ എല്ലാ പരസ്യങ്ങളും. സോ ആദ്യം ഇന്നസെന്റിന്റെ ഇതിൽ തുടങ്ങി, പിന്നെ വർണ്ണമനോഹരമാണ് ഈ മാളിക, അത് കഥാപരസ്യങ്ങൾ, പിന്നെ പച്ചപ്പായലൻ ബലോദേശനും വട്ടംതുള്ളൽ, പിന്നെ വള്ളംകളി, ഇപ്പോഴത്തെ അടുത്ത ലേറ്റസ്റ്റ് പുളുവൻ പാട്ട്. സോ ഓരോ ആഡ് കഴിയുമ്പോഴും അടുത്ത ആഡ് വരുമ്പോഴേക്കും അതിന്റെ ബ്രീഫ് വരുമ്പോഴേക്കും അത് മറ്റതിനെക്കാട്ടും ബെറ്റർ ആവോ, അല്ലെങ്കിൽ അത്രയെങ്കിലും കോമ്പറ്റൻസ് ഉണ്ടാവണം. അതേമാതിരി എല്ലാ മലയാളികൾക്കും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പരസ്യം ചെയ്യാന്നുള്ളതായിരുന്നു ഓരോ സമയത്തുള്ള ഒരു ചാലഞ്ച്. സോ അങ്ങനെയായിരുന്നു. വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഒരു മെസ്സേജ് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് പരസ്യ നിർമ്മാണ രംഗം നേരിടുന്ന വലിയൊരു വെല്ലുവിളി. എന്തെല്ലാമാണ് ഈ രംഗത്തിൽ താങ്കൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്? ഒരു മേക്കിംഗ് സ്റ്റൈൽ, ഇതെങ്ങനെയാണ് മനസ്സിൽ ഇത്തരത്തിൽ ഒരു ആശയങ്ങൾ രൂപീകരിക്കുന്ന ആ ഒരു ഘട്ടം? ആദ്യമായിട്ട് എന്താണ് പറയേണ്ടത്? ക്ലയന്റ് എന്ന് പറഞ്ഞ പല കാര്യങ്ങളും പറയേണ്ടത്. ഒരു പ്രോഡക്റ്റിന് പല ബെനിഫിറ്റും ഉണ്ടാവും. അതിന് മുഖ്യമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണ്, ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്, അത് നമ്മൾ നിശ്ചയിക്കണം. അത് ക്ലയന്റുമായിട്ടും അത് പരസ്യം ചെയ്യുന്ന കമ്പനിയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് മുഖ്യമായിട്ടുള്ളത് എന്നുള്ളത് ഒരു എഗ്രിമെന്റിൽ വന്നതിന് ശേഷം അത് പ്രൈമറി കമ്മ്യൂണിക്കേഷനായിട്ട് വെച്ചിട്ട് പിന്നെ മറ്റുള്ളതൊക്കെ ജനങ്ങൾ കൺസ്യൂമേഴ്സ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ആസ് ഇറ്റ് ഗോസ് അലോങ്. സോ അങ്ങനെ അതിനെ പറ്റിയ രീതിയിൽ ഒരു മെസ്സേജ്, ഇപ്പം പച്ചപ്പായാലും പലവിധ ശല്യം പണ്ടേ പോലെ വലിക്കുകയില്ലെനി, അത് ആ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ എപെക്സ് അൾട്ടിമ ആ പച്ചപ്പായലിനെ കംപ്ലീറ്റ് ദൂരീകരിക്കാനുള്ള ഒരു പെയിന്റാണ്. അപ്പൊ അതിന് ആ മെസ്സേജാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പൊ അതിന് പറ്റിയ രീതിയിലുള്ള ഒരു കലാരൂപമോ ഒരു സാംസ്കാരികമോ മലയാളിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, രസിക്കാൻ പറ്റുന്ന ഒരു കലാരൂപമോ ഒരു വരിയിൽ അത് ഞാൻ ചെയ്യാണ് ചെയ്തത് ആക്ച്വലി. അതേപോലെ തന്നെ ഇപ്പം പുളുവൻ പാട്ട് ഇപ്പൊ ചെയ്തിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ പെയിന്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മെയിന്റനൻസ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലൈഫ്, ഒരു പെയിന്റിന്റെ ലൈഫ് കുറെ കൂടെ നീട്ടിക്കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇത്തവണത്തെ പരസ്യത്തിൽ താങ്കൾ വർക്ക് ചെയ്യുന്ന അഡ്വർടൈസിംഗ് ഏജൻസി ഏതാണ്? അതുപോലെ തന്നെ എന്തെങ്കിലും കോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നൽകാറുണ്ടോ? പരസ്യം ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ ഇത്തരം പരിധിക്കുള്ളിൽ നിൽക്കണം, അതിക്രമിക്കരുത്, അങ്ങനെ എന്തെങ്കിലും? ഞാൻ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഒഗിൽവി അഡ്വർടൈസിംഗ് ഇന്ത്യയിലെ നമ്പർ 1 അഡ്വർടൈസിംഗ് ഏജൻസിയാണ്. അതിന്റെ ചെന്നൈ ഓഫീസിലെ അതിന്റെ ക്രിയേറ്റീവ് ഹെഡാണ്. അതിനു മുമ്പ് ഞാൻ 4 വർഷം മുമ്പ് ഞാൻ ബോംബെയിലായിരുന്നു, 10-14 വർഷം ഒഗിൽവിയിൽ തന്നെ. അതിനുമുമ്പ് ചെറിയ ഏജൻസികളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പരസ്യത്തിന് എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൺസ്യൂമേഴ്സിന് അല്ല വ്യൂവേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് ചെയ്യാന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള ഇത്. സോ നമുക്ക് ബേസിക്കലി കോമൺ സെൻസ് ആണ് വേണ്ടത്. പിന്നെ അത് പറയേണ്ട രീതി, പിന്നെ അത് ജനങ്ങൾക്ക് രസിക്കാൻ പറ്റുന്ന രീതിയിൽ പറയാന്നുള്ളതാണ് അതിന്റെ മുഖ്യമായ കാര്യം. ആസ് എ ക്രിയേറ്റീവ് ഡയറക്ടർ താങ്കളാണ് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും കോപ്പി റൈറ്റിംഗ്, ഏതെങ്കിലും രീതിയിലുള്ള ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് സ്റ്റൈൽ താങ്കൾ ഇതിനായി ആഡ് ഫിലിം മേക്കിങ്ങിനായി പ്രത്യേകം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പറയതൊക്കെ
ശൈലി എന്ന് പറയാനില്ല. ഏഷ്യൻ പെയിന്റ്സിന് ആദ്യം മുതലേ നമ്മൾ ഇന്നസെന്റിന്റെ പടം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഥാപ്രസംഗം ചെയ്തു. അത് അടുത്ത് ആ കഥാപ്രസംഗത്തിന്റെ ആ ഒരു കലാരൂപം ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. അതിനുശേഷം അടുത്ത അഡ്വർടൈസിംഗിന്റെ ബ്രീഫ് വന്നപ്പോ ഇനി മറ്റൊരു കലാരൂപം നോക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ചത് കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടംതുള്ളൽ കവിത, അത് ഇങ്ങനെ മനസ്സിൽ നിന്നിരുന്നു. അതിങ്ങനെ കുറെ പാടിയപ്പോ ഓരോ ലൈൻസും ഇങ്ങനെ ഓർമ്മ വന്നു. അത് വെച്ച് പിന്നെ അത് ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത്. സോ അതിനുശേഷം വീണ്ടും അടുത്ത ബ്രീഫ് 2 വർഷത്തിന് ശേഷം വള്ളംകളി. സോ അതിനും നമുക്ക് കാലം മാറി, കഥ മാറി, കാലാവസ്ഥ എങ്ങും മാറി. സോ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം പിന്നെ എപെക്സ് അൾട്ടിമയെ പറ്റിയുള്ള ബെനിഫിറ്റ്സ് പറയുകയാണ്. ഇത്തവണ ഇപ്പം നമ്മൾ എക്സ്പീരിയൻസ് ഓരോ ഈ കാലാവസ്ഥയെ പറ്റി നമ്മൾ ഇങ്ങനെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ കാലത്തിൽ ഇങ്ങനെ മഴയാണ്, അങ്ങനെ ഒരു രീതിയാണ്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ മഴ എപ്പോഴാണ്, ഈ മഴക്കാലം എപ്പോഴാണ് തുടങ്ങുന്നത്, മഴക്കാലം എപ്പോഴാണ് അവസാനിക്കുന്നത്, ഒരു നിശ്ചയമായിട്ടുള്ള ഒരു കാലഘട്ടം. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ ആദ്യത്തെ ഓപ്പണിംഗ് ലൈൻ കാലബോധമില്ലാത്ത കാലാവസ്ഥ. സോ അതിന്റെ വോയിസും എന്റെ തന്നെയാണ്. ആക്ച്വലി പായലേവിട പൂപ്പലേവിട എന്നേക്കും വിട, അതും എന്റെ തന്നെയാണ് വോയിസ്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിറങ്ങളുടെ ലോകം, അതുപോലെ തന്നെ കലാബോധം, സൗന്ദര്യബോധം, എപ്പോഴാണ് പരസ്യമാണ് എന്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയത്? ഞാൻ SLC കഴിഞ്ഞതിന് ശേഷം കൂത്തുറമ്പ് ഹൈസ്കൂൾ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അത് കണ്ണൂർ സ്വദേശിയാണ്. കണ്ണൂർ കൂത്തുറമ്പ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. സോ മലയാളം മീഡിയം അതാണ്. സോ നാട് വിടുന്നവരെ 20 വർഷം വരെ ഒരു അൺഅഡൾട്ടഡ് ആയിട്ടുള്ള ഒരു മലയാളിയായിട്ട് ജീവിച്ചു. അപ്പോ മറ്റൊരു ലാംഗ്വേജിന്റെ അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു തനി മലയാളിയായിട്ട് അത്രയും കാലം ജീവിച്ചത്. അതുകൊണ്ടാണ് എനിക്കിപ്പോഴും മലയാളിക്ക് രസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ എഴുതാനുള്ള ഒരു കഴിവ്. മറ്റു ലാംഗ്വേജിലൊക്കെ പരസ്യം ചെയ്തിട്ടുണ്ടെങ്കിലും മലയാളി എന്ന സ്ഥിതിക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്നത് ഏഷ്യൻ പെയിന്റ്സിനാണ്. ആൻഡ് മലയാളിയുടെ മനസ്സ് അറിയാനും മലയാളിക്ക് രസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരസ്യം ചെയ്യാൻ പറ്റുന്നത് എന്റെ മലയാളി തന്നെ, മലയാളിയായ ആയി വളർന്ന അതുകൊണ്ടാണ്. സോ സോറി. അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു ഫെമിലിയർ ആയിട്ടുള്ള പരസ്യമായിരുന്നു വോഡഫോണിന്റെ സൂസു ക്രീച്ചേഴ്സ്. അതും ഒരു മലയാളി തന്നെയാണ് ചെയ്തത്, പ്രകാശ് വർമ്മ, ആലപ്പുഴക്കാരൻ. അപ്പോൾ മലയാളികൾക്ക് ഈ ഫീൽഡിൽ ഒരു സ്പേസ് കിട്ടുന്നുണ്ടോ? മലയാളികൾക്ക് പൊതുവെ കലാകാരന്മാരായിട്ടും കുറെ മലയാളികളുണ്ട്. സോ കലയോട് പ്രത്യേകിച്ചും ഒരു അഭിരുചി മലയാളികൾക്കുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം മലയാളികൾ ഇങ്ങനെ ഈ പരസ്യ രംഗത്തും ഇങ്ങനെ ഷൈൻ ചെയ്യുന്നത്. സോ പ്രകാശ് വർമ്മ ആണ് സുസു ഡയറക്ട് ചെയ്തത്. സോ അതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഒഗിൽബിയുടെ ക്രിയേറ്റീവ് ഡയറക്ടറാണ് രാജീവ് റാവു. സോ അങ്ങനെ മലയാളികൾ പലരും ഈ ഫീൽഡിലുണ്ട്. അത് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും മലയാളികൾക്ക് ഈ കലയും ഇതുമായിട്ടുള്ള ബന്ധം മറ്റു പല കലകളുമായിട്ടുള്ള ബന്ധം പോലെ തന്നെ പരസ്യകലയായിട്ടുള്ള ഒരു ബന്ധമാണ് അത്. താങ്കളിപ്പോൾ ആഡ് ഫിലിം മേക്കിംഗിൽ വളരെ സജീവമാണ്. കൂടുതൽ വൈഡായിട്ടുള്ള ഒരു എക്സ്പോഷർ, സീരിയൽ, ഫിലിംസ്, അത്തരമൊരു ചിന്ത മനസ്സിലുണ്ടോ? ഇല്ല, പരസ്യമാണ് ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പരസ്യത്തിന് ആദ്യകാലങ്ങളിൽ സൈൻ ബോർഡുകളും ബാനറും നാട്ടിൽ ചെയ്തിരുന്നു. ഫൈൻ ആർട്സ് കേരള സ്കൂൾ ഓഫ് ആർട്സ് തലശ്ശേരി എന്ന് കഴിഞ്ഞ് പഠിച്ചതിന് ശേഷം നാട്ടിൽ ധാരാളം സൈൻ ബോർഡുകളും ബാനറും അങ്ങനെയുള്ള പല പരസ്യങ്ങൾ ചെയ്തു. യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളതൊന്നും ഏഷ്യൻ പെയിന്റ്സിനാൽ ഞാൻ ഒരു കാലത്ത് പരസ്യം വരച്ചു. ഇപ്പൊ ഏഷ്യൻ പെയിന്റ്സായി ഞാൻ പരസ്യങ്ങൾ രചിക്കുന്നു. സോ അതാണ് എന്റെ ആക്ച്വലി ദി കരിയർ പ്രോഗ്രസ് എന്ന് പറയുകയാണെങ്കിൽ. സോ അങ്ങനെ ഈ ഫീൽഡിലേക്ക് വരുന്നത് എനിക്ക് SLC ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കലയോടൊരു താല്പര്യം തോന്നി. അങ്ങനെ വരച്ചു. അങ്ങനെ ആർട്സ് സ്കൂളിൽ ചേർന്നു, ഫൈൻ ആർട്സ് പഠിച്ചു. നാട്ടിൽ കുറെ പരസ്യങ്ങൾ, സൈൻ ബോർഡ്സും പരസ്യങ്ങളും ചെയ്തു. അങ്ങനെ ചെറിയൊരു ഏജൻസിയിൽ ഞാൻ ബാംഗ്ലൂർ അങ്ങനെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ട്രെയിനിങ് ആർട്ടിസ്റ്റ് ആയിട്ട് അങ്ങനെ ഓരോ ട്രെയിനിങ് ആർട്ടിസ്റ്റ്, വിഷ്വലൈസർ, ആർട്ട് ഡയറക്ടർ, സീനിയർ ആർട്ട് ഡയറക്ടർ, അങ്ങനെ ഓരോ വർഷങ്ങൾ കഴിയും തോറും ഇങ്ങനെ പുരോഗമിച്ച് അങ്ങനെ ഒരിക്കലും ഞാനത് അഡ്വർടൈസിംഗ് ആണ് ഫീൽഡ് എന്ന് ചെറുപ്പകാലത്തിൽ ഇന്നത്തെ കുട്ടികളെ പോലെ അങ്ങനെ ഒരു ഡ്രീമായിട്ടൊന്നുമല്ല. ഞാനിങ്ങനെ പരസ്യങ്ങൾ ഓരോ വർഷം കഴിയും തോറും ഇങ്ങനെ ഒരു ജോലിയിൽ പുരോഗതി ഉണ്ടായിരുന്നുള്ളൂ
അങ്ങനെ നാച്ചുറലായിട്ട് സംഭവിച്ചതാണ്, അല്ലാതെ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തൊന്നും ആയിരുന്നില്ല. മുമ്പ് പറഞ്ഞ പോലെ വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ് ഈ അഡ്വർടൈസ്മെന്റ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ആഡ് ഏജൻസി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് അത്രയും ജനങ്ങൾ അത് അതേ രീതിയിൽ കൺസീവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി അത് ജനങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്ത് അത് വാങ്ങിപ്പിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കണമെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന നിലയിൽ നമ്മൾ എത്രത്തോളം വ്യത്യസ്തനാകണം, അല്ലെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നമ്മള് യഥാർത്ഥത്തില് ഞാൻ ഏതൊരു അഡ്വർടൈസിങ് ചെയ്യുന്ന ആളും അയാള് ഫസ്റ്റ്ലി ഒരു കൺസ്യൂമറാണ്. സോ നമ്മള് ഈ കൺസ്യൂമർ എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ആളല്ല, ആക്ച്വലി നമ്മൾ തന്നെയാണ് കൺസ്യൂമർ. സോ എനിക്ക് ഒരു പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ, എനിക്ക് ആരെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിൽക്കണം, എനിക്ക് അപ്പീൽ ആവുന്ന എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു അപ്രോച്ച് ഓരോ കൺസ്യൂമറും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഡിഫറൻസ് ഇപ്പം സ്ത്രീകൾക്ക് വിൽക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ സ്വന്തം എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ കൺസ്യൂമറിന്റെ അടുത്ത് മനസ്സിലാക്കി അവർക്ക് എന്താണ് അത് അപ്പീൽ ആവുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആശയങ്ങൾ ആലോചിക്കുകയാണ് യഥാർത്ഥത്തിൽ. സോ ലോഡ് ഓഫ് പ്രൊഡക്റ്റ് നമ്മൾ തന്നെ കൺസ്യൂമറാണ്. അറിയാത്ത പ്രൊഡക്റ്റ് ഒരു ഗർഭിണിയായ ഒരു സ്ത്രീക്ക് വിൽക്കേണ്ട ഒരു പ്രൊഡക്റ്റ് എന്താണ്, ആ ഗർഭിണിയായ സ്ത്രീകൾക്കോ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അവർക്ക് അപ്പീൽ ആവുന്ന രീതിയിൽ വിൽക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മളൊരു ആശയം കൺസീവ് ചെയ്യുന്നത്. തീർച്ചയായും കുട്ടികൾക്ക് വിൽക്കുന്ന സാധനം കുട്ടികൾക്കും, അമ്മമാർക്ക് വിൽക്കുന്നവർക്ക് അമ്മമാർക്കും, അല്ലെങ്കിൽ വയസ്സായ ആൾക്ക് വിൽക്കുന്ന പ്രൊഡക്റ്റ് വയസ്സായ ആൾക്കും അപ്പീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കോൺസെപ്റ്റ് ആലോചിക്കുന്നത് അതൊരു പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു പരസ്യം, പക്ഷെ അതിന്റെ പ്രൊഡക്റ്റ് അത്ര ക്വാളിറ്റി പോരാ. അങ്ങനെയെങ്കിൽ ഈ പരസ്യം വളരെ ഹിറ്റ് ആവുകയും പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇല്ലായ്മ മൂലം ഈ കമ്മോഡിറ്റി വിപണിയിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിരിക്കാം. ഡേവിഡ് ഒഗിൽബി പറഞ്ഞതുപോലെ ആക്ച്വലി ഗുഡ് അഡ്വർടൈസിംഗ് ക്യാൻ കിൽ എ ബാഡ് പ്രൊഡക്റ്റ് ഫാസ്റ്റർ. അതാണ് ഡേവിഡ് ഒഗിൽബി, ദ ഫൗണ്ടർ ഓഫ് അവർ കമ്പനി. സോ അത് പരസ്യം നന്നായതുകൊണ്ട് വിൽപ്പന വിജയിക്കണമെന്നില്ല. പരസ്യത്തിന് ഒരു നിലവരെ പരസ്യത്തിന് ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റണം. അതിനുശേഷം കൺസ്യൂമറുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിരിക്കും അതിന്റെ വിൽപ്പനയുടെ നിലവാരം. നേരത്തെ ചിലങ്ക സൂചിപ്പിച്ചതുപോലെ തന്നെ താങ്കളും പറഞ്ഞിരുന്നു ഓരോ പരസ്യവും പുതുമയുള്ളതായിരിക്കണം, വേറിട്ട് നിർത്തുന്നതായിരിക്കണം. ഈ ഒരു പുതുമയ്ക്ക് വേണ്ടി താങ്കൾ ഏതെങ്കിലും രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കുക ചെയ്തിട്ടുണ്ടോ? പരസ്യങ്ങൾ എന്ന് പറയുന്നത് ഓരോ പരസ്യവും സംഗതി എത്രയോ പരസ്യങ്ങൾ നമ്മൾ ടിവിയിൽ കാണുന്നത്, ഓരോ പരസ്യവും ചെയ്യുന്നത് ഓരോ ക്രിയേറ്റീവ് ഡയറക്ടറുടെയും ചാലഞ്ച് എന്ന് പറയുന്നത് ഓരോ പരസ്യവും മറ്റേ പരസ്യത്തിനെക്കാട്ടും കൂടുതൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെന്നുള്ളതാണ്. സോ അതൊരു വലിയൊരു ചാലഞ്ചാണ്. ഓരോ സമയത്തും ഓരോ ദിവസം എത്രയോ മലയാളം ആഡ്സ് വരുന്നത്. ഏഷ്യൻ പെയിന്റ്സിന്റെ ഫോർച്ചുനേറ്റ്ലി കുട്ടികൾക്കും എല്ലാ ഏജ് ഗ്രൂപ്പിനും അപ്പീൽ ചെയ്യുന്ന ഒരു പരസ്യമാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. സോ എല്ലാവരുടെയും ചാലഞ്ച് അതാണ് ആക്ച്വലി. ഇത് പരസ്യം എന്റെ പരസ്യം മോർ അപ്പീലിംഗ് ആയിരിക്കണം എന്നുള്ളതാണ്. സോ അത് ബേസിക് ടാസ്ക് ആണ് ആക്ച്വലി. ഇപ്പം നിരവധി യുവാക്കൾ ഈ ഫീൽഡിലോട്ട് കടന്നു വരുന്നുണ്ട്. പല യുവാക്കളും ഇപ്പോൾ സ്വന്തമായ പ്രൊഡക്ഷൻ കമ്പനീസ് ആരംഭിക്കുന്നു. ഷോർട്ട് ഫിലിംസ്, ഡോക്യുമെന്ററീസ്, അതുപോലെ തന്നെ ആഡ് ഫിലിം മേക്കിംഗ്. ഇവരോടൊക്കെ ഒരു മുതിർന്ന ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന നിലയിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മുഖ്യമായും നമുക്ക് ബേസിക്കായിട്ട് ഒരു ക്രാഫ്റ്റ് ഉണ്ടായിരിക്കും. ഒരു എഴുതാനുള്ള കഴിവോ അല്ലെങ്കിൽ വരക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ ഒരു ഫിലിം ഡയറക്ട് ചെയ്യാനുള്ള കഴിവോ അതൊക്കെ ഒരു ബേസിക് സ്കിൽ ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം നമുക്ക് കോമൺ സെൻസ് ആണ്, ഒരു സാമാന്യ ബോധമാണ് നമുക്ക് അതിന്റെ സക്സസ് തരുന്നത് ആക്ച്വലി. സോ ബേസിക് സ്കില്ലും വേണം, അതിന്റെ ഒരു കോമൺ സെൻസും ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും ഈ ഫീൽഡിൽ. താങ്കളുടെ പരസ്യം വളരെയധികം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാളി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ തന്നെയാണ് ഈ മലയാളി പ്രേക്ഷകരാണ് എനിക്കുള്ള ചാലഞ്ച്. ഓരോ തവണ ചെയ്യുമ്പോഴും നമുക്ക് മലയാളം പുറമെ ഇപ്പോൾ ഇളയരാജയെ വെച്ച് നമ്മൾ ഒരു മലബാർ ഗോൾഡിന് പരസ്യം ചെയ്തു. ആ ഇളയരാജയെ പോലെ ആ ബഹുമാനപ്പെട്ട ഇളയരാജയെ പോലെ അയാളുടെ ഒരു റെസ്പെക്ട് കാത്ത് ഒരു പരസ്യം ചെയ്യാന്നുള്ള ഒരു ചാലഞ്ചായിരുന്നു. സോ അതും എനിക്ക് മനസ്സിലായി. മലയാളികൾക്ക് ആ തമിഴിൽ ചെയ്ത പരസ്യവും അപ്പീലായിട്ടുണ്ടെന്നാണ്
ഇതുവരെ അറിഞ്ഞിട്ടുള്ളത്. വളരെ നന്ദി ശ്രീ സുരേഷ് ബാബു. ഗുഡ് മോർണിംഗ് കേരളയിൽ പരസ്യ നിർമ്മാണത്തെക്കുറിച്ചും ഒപ്പം തന്നെ ഈ ഫീൽഡിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചും നമ്മോട് പങ്കുവച്ചതിന് വളരെ നന്ദി. ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇനിയൊരു ഇടവേള.